ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ജീരക മൈലാഞ്ചി, നല്ല കടും ചുവപ്പുള്ള ജീരക മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര എടുക്കാം. ഞാനിവിടെ ആദ്യം 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. ശർക്കര വെച്ചിട്ടുണ്ടാക്കുന്നവർക്ക് ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കാം. അതിലും കുറച്ച് ഈസി ഇതാണ് കേട്ടോ. പിന്നെ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടിക്ക് പകരം കാപ്പിപ്പൊടി എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാതിരിക്കുകയും ചെയ്യാം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം വലിയ ജീരകവും ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഫെനൽ സീഡും ക്യൂമിൻ സീഡും. പിന്നെ അതിലേക്ക് നല്ല കടും ചുവപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു 3, 4, 5 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊടിക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കൽ. പിന്നെ ഞാനിത് കുക്കറിലാണ് ആക്കുന്നത്. ഒരു പഴയ എന്തെങ്കിലും ടിന്നിലോ അല്ലെങ്കിൽ ചട്ടിയിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആക്കാം. ഞാനിപ്പോൾ ഈ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട്, അങ്ങനെ കുക്കർ കേടാവുകയും ചെയ്യൂല കേട്ടോ. ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കുക്കറിലാണ് ആക്കുന്നത്. കുറച്ച് പഴക്കമുള്ളൊരു കുക്കറായതുകൊണ്ടാണ് ഞാൻ ഇതിലാക്കുന്നത്. ഒരു പഴകിയതാണെന്നും പറയൂല. അങ്ങനെ ഒരു 3 പീസ് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ നടുവിലായിട്ടൊരു ചെറിയ പീസ് ടെയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടെയിൽ വെച്ച് കൊടുക്കുന്നത് ആവി കൊണ്ടിട്ട് വെള്ളം വറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, തീ കൂടുമ്പോൾ വെള്ളം വറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ടെയിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിന് പൊടിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ആ ടെയിലിന് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ ഇട്ട് കൊടുക്കാം. പൊടിക്കാതെ ആക്കുന്നതിൻ്റെ ആക്കാം. പക്ഷേ പൊടിച്ചിട്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കറുപ്പ് നല്ല ചുവപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ പൊടിച്ചിട്ടാക്കുമ്പോൾ. ഇപ്പോൾ ഞാനിപ്പോഴൊന്നും ആക്കിയിട്ടില്ല, പണ്ടെപ്പോഴും ആക്കിയതാണ്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഫുള്ളും ഞാൻ പൊടിച്ചത് മൊത്തം ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ടെയിലിൻ്റെ മേലെ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം, പഴയൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്താൽ മതി. എപ്പോഴും ആക്കുന്ന ആളാണെങ്കിൽ അതിനൊക്കെയായിട്ടുള്ള പാത്രങ്ങളെടുത്ത് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാക്കിയാൽ മതി. ഇനി അത് സ്റ്റവ് വെച്ചിട്ട് ഗ്യാസിന്മേൽ വെച്ചിട്ട് കത്തിക്കുക. എന്നിട്ട് അതിൻ്റെ മേലയിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഐസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കിണ്ണം പോലത്തെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് ആവി പുറത്ത് പോകാത്തൊരു പാത്രമായിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബബിൾസ് വന്നപ്പോൾ കുറച്ച് വെള്ളം ചൂടായപ്പോൾ അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ആവി കിട്ടും ഐസ് വെള്ളമാകുമ്പോൾ. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചിയുടെ വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ആ ഒരു ഇതിന് ഇത്ര വെള്ളം നമുക്ക് കിട്ടും. എത്ര നമ്മളിട്ടാലും ഇത്രയും വെള്ളം കിട്ടും കേട്ടോ. കുറച്ച് ആക്കുന്നതാണ് ബെറ്റർ. കുറേ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടാണ്ടോ ആയിപ്പോവും. നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ കുക്കറിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. ഇതാ നന്നായിട്ട് കരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഫോയിൽ പേപ്പറും ഈ ടെയിലും എല്ലാം കൂടി മൊത്തത്തിലൊന്ന് നന്നായിട്ട് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുക്കറിന് അങ്ങനെ ഒന്നും ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഒരു കമ്പി ഇതിട്ടിട്ട് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിക്കുന്നുണ്ട്. നല്ല ഡാർക്ക് സ്റ്റെയിൻ, നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളം മാത്രം നിങ്ങൾക്ക് ചെറിയൊരു ബോട്ടിലാക്കി വെക്കുക കേട്ടോ. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കേണ്ട തന്ത്രപ്പാടിൽ മറന്നുപോയി. അപ്പോൾ എല്ലാം ആ വെള്ളത്തിൽ തന്നെ ഫുള്ള് മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്ത് പോയി. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുറച്ച് കാലം 2-3 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി പൊടിയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ കട്ടിയിൽ മിക്സ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലും കൂടി വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഇതാ ഞാനും എൻ്റെ മോളും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ മുമ്പിട്ട മൈലാഞ്ചി കയ്യിലുണ്ട്. പക്ഷെ ഹാഫ് ഭാഗം വൈറ്റ് കളറിലാണ് കേട്ടോ ഉള്ളത്. പകുതി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഇത് മനസ്സിലാവും. അതിൻ്റെ ചോപ്പ് കണ്ടാൽ മനസ്സിലാവും. വൈറ്റ് പോർഷൻ നന്നായിട്ട് ചുവന്നിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് ചോപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണം. രാത്രി ഇട്ടിട്ട് കിടന്നിട്ട് രാവിലെ ആകുമ്പോൾ നല്ല
കളറിൽ കിട്ടും കേട്ടോ. ഞാനിതൊരു വൈകുന്നേരമാണ് കേട്ടോ ഇടുന്നത്. എന്നിട്ടൊരു അരമണിക്കൂർ വെച്ചാൽ മതി. ഇനി ബാക്കിയുള്ളത് നമുക്കിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്ക് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മെല്ലെ കഴുകാണ്ട് ഇങ്ങനെ അടർത്തി മാറ്റുന്നതാണ് കേട്ടോ നല്ലത്. ആദ്യം തന്നെ വെള്ളം തട്ടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം തട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആ വൈറ്റ് പോർഷൻ കാണുന്നില്ല, വൈറ്റ് പോർഷൻ ഫുള്ള് നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഒറ്റയിടലിന് നല്ല ചുവപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ചുവപ്പാണെങ്കിൽ ഇനിയും ഇട്ട് കൊടുക്കുക. പിന്നെ സമയം കഴിയുന്നതിന് നന്നായിട്ട് ചുവന്ന് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.